വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അപ്പോൾ 4 ദിവസമായെന്ന് തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ട്. വീട്ടിലെ അറ്റകുറ്റപ്പണികളും പിന്നെ സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഫുള്ളി ബിസി ആയിരുന്നു. ഈ വെള്ളിയാഴ്ച ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ടൈപ്പ് ചെയ്ത് തീർത്തു. 18-ാം തീയതിയാണ് നമ്മുടെ സ്കൂളിൽ ഓണം എക്സാം തുടങ്ങുന്നത്. അപ്പോൾ ഇനി വേണം അതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കോപ്പീസൊക്കെ ആക്കാനായിട്ട്. ചില കാര്യങ്ങൾ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചാൽ പിന്നെ ഞാൻ അതനുസരിച്ചേ പോകത്തുള്ളൂ. ആ പ്ലാൻ അങ്ങനെ കിടക്കും. ഈ ഫ്രൈഡേ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പിംഗ് തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 2-3 ദിവസം ഇരുന്ന് അതങ്ങ് തീർത്തത്. സാധാരണ ചെയ്യുന്ന പോലെ ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റിയില്ല. ഞാൻ കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. തേഴ്സ്ഡേ ഈ വീഡിയോ എടുത്ത് വെച്ചെങ്കിലും അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഫ്രൈഡേ വൈകുന്നേരമാണ്. അതായത് ഫ്രൈഡേ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ പണി തീർത്തിട്ടാണ് വന്നത്. ഡിന്നറും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ആഡ് ചെയ്യുകയാണ്. മിക്കവാറും ഞാനിത് സാറ്റർഡേ രാവിലെ തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യും. കുറച്ച് ദിവസം ആയല്ലോ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി എണീറ്റാണ് ഫ്രഷായി കിച്ചണിലേക്ക് വന്നത്. ഫ്രഷായി എന്ന് വെച്ചാൽ മുഖം മാത്രമേ കഴുകിയിട്ടുള്ളൂ. ഇന്ന് കുറച്ചുകൂടെ അൽക്കുലത്തെ പണികളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫ്രഷായി കിടന്നുറങ്ങാം, വെള്ളമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഒരുത്തൻ ഈ വീട്ടിൻ്റെ ആ മൂല തൊട്ട് ഈ മൂല വരെ തിരക്കുന്നത് അവൻ്റെ ഫുട്ബോളാണ്. വെളിയിൽ കളിച്ചിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ പുറത്ത് നിന്ന് മതിലിൻ്റെ വെളിയിൽ അപ്പുറത്ത് സെറമോളുടെയൊക്കെ പറമ്പിൽ നിന്നിട്ട് ബോൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എറിയും. എന്നിട്ടാണ് അവൻ മതിൽ ചാടി അകത്തേക്ക് വരുന്നത്. ഈ എറിയല്ല ബോൾ വല്ല ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വണ്ടിമേലോ എൻ്റെ പെപ്പിലോ ഒക്കെയാണ് കൊള്ളുന്നതെങ്കിൽ ഞാനെടുത്ത് ഇത്തിരി നേരം മാറ്റി വയ്ക്കും. ഇനി കുറച്ച് നേരം തപ്പട്ടെ എന്ന് ആലോചിക്കും. നമ്മുടെ ഈ ടെട്രാപോഡ് അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് എറിയുമ്പോൾ ഇയാൾക്ക് കറക്റ്റ് മനസ്സിലാവത്തില്ല എവിടെയാണ് ബോൾ വന്ന് വീണതെന്നുള്ളത്. ഇനിയിപ്പോൾ അത് കിട്ടുന്നവരെ നല്ല ടെൻഷനിലായിരിക്കും. അവൻ്റെ ആദ്യത്തെ ഫുട്ബോൾ ഇതുപോലെ മിസ്സായിട്ട് ഒരു തിരോധാനം പോലെ ഇന്ന് വരെ അത് കിട്ടിയിട്ടില്ല. വെളിയിൽ കിടന്നിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആവണം, കാരണം വെളിയിലിരുന്ന ബോൾ പിന്നെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് ബോൾ കാണാതിരുന്നപ്പോൾ. അവൻ ഇന്ന് വൈകുന്നേരം കൊടുക്കാനായിട്ടാണ് ഞാൻ ആ ബനാന എടുത്തത്. പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ക്യാരറ്റ് കേക്ക് മേടിച്ചത് കുറച്ച് ഇരിപ്പുണ്ട്. അത് ഇന്നങ്ങ് തീർക്കണം. അതിങ്ങനെ ഇരിക്കും. കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ആ വൈറ്റ് കളറിൽ സൈഡൊന്ന് ബ്രൗൺ ആയിട്ടുള്ള സാധാ ടീ കേക്കാണ്. അതുപോലെയാണ് ഇവന്മാർക്ക്. ക്യാരറ്റ് കേക്ക്, ഈ നട്ട്സൊക്കെ ഉള്ളത് എസ്പെഷ്യലി 2 പേരും കഴിക്കത്തില്ല. ഡാർലിൻ ഡെല്ലയും അത് തന്നെ കഴിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാനും അലനും അത് ചായയുടെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. കുക്കൂനായിട്ട് ബനാന അരിഞ്ഞു വെച്ചു. ബനാന അങ്ങനെ നല്ല പഴുത്തിട്ടില്ല, ഒരു പച്ചപ്പുണ്ട്. അപ്പോൾ അവനതൊന്ന് തിന്നാൻ എളുപ്പത്തിനായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റും ഷുഗറും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലുവിനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ 5-5:30-6 മണിയൊക്കെ ആവും ആൾക്കാരിങ്ങ് എത്താനായിട്ട്. ഉച്ചയുറക്കം ഇപ്പോൾ 2 പേരും കുറച്ച് താമസിച്ചിട്ടാണ്. വൈകുന്നേരം പിരിവിന് പോയിക്കൊണ്ടിരുന്ന അമ്മ ആ പ്ലാൻ അങ്ങ് മാറ്റി. ഇപ്പോൾ അമ്മ രാവിലെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് നിലുവിന് ചോറും കൊടുത്ത് അമ്മയും ചോറും കഴിച്ച് 2 പേരും അവിടെ കിടന്നുറങ്ങും. പിന്നെ എപ്പോഴാണോ എണീക്കുന്നത് അതനുസരിച്ചിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. മിക്കപ്പോഴും 5:30-6 മണിയൊക്കെ ആവും. പിന്നെ എൻ്റെ ഒരു സ്കെഡ്യൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങണം. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ. ആ വരുന്ന അതേ ക്ഷീണത്തിൽ എനിക്ക് ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ മുഖം പോലും കഴുകത്തില്ല. സ്കൂളിൽ നിന്ന് എങ്ങനെ വരുന്നു അത്രയും ടയേർഡായിട്ട് കിടന്നാൽ പെട്ടെന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു നാപ്പ് എനിക്ക് കിട്ടും. അത് കഴിഞ്ഞ് എണീറ്റ് വേണം ഫ്രഷ് ആവാൻ. അതുകൊണ്ട് തന്നെ ഈ ലഞ്ച് ബോക്സും സാധനങ്ങളും ഒന്നും ഞാൻ കഴുകത്തില്ല കേട്ടോ. കൈയൊക്കെ നനഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം അങ്ങ് പോകും, ആ ക്ഷീണം അങ്ങ് വിട്ടു പോകും. അതെല്ലാം അങ്ങനെ കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നൊന്ന് ഉറങ്ങുന്നത്. ഞങ്ങൾക്ക് ചായയ്ക്കും കുക്കുവിന് പാലിനുള്ളതും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് ആ ക്യാരറ്റ് കേക്കാണ് എടുത്തുകൊണ്ട് വന്നത്. അതങ്ങനെ ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് കുറച്ച് തണുത്തിരിക്കും. അവനിൽ വെച്ച് 1 മിനിറ്റിൽ നമുക്കതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും അവനിലാണ് കേട്ടോ വെക്കാറുള്ളത്. ഏതെങ്കിലും ഒരു ഡബ്ബയിലാക്കി ആ ഷെൽഫിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. അവനിലാവുമ്പോൾ ഞാൻ ഇടയ്ക്ക് മുറയ്ക്കും തുറക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരും ബ്രെഡ് ബാക്കി ഇരിപ്പുണ്ട് എന്നുള്ളത്. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും, ബ്രെഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ പിന്നെ അതങ്ങ് വിട്ടുപോകും. പിന്നെ ഈ ബ്രെഡ് എവിടെയെങ്കിലും ഇരുന്നിട്ട് പൂത്തു പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർക്കാനും പിന്നെ ഉറുമ്പൊന്നും കയറാതെ നല്ലപോലെ ഇരിക്കുകയും ചെയ്യുന്ന സ്ഥലം അവനാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുകയും ചെയ്യാം. നമ്മുടെ ഈ വീഡിയോസിൻ്റെ ഹൈലൈറ്റ് തന്നെ കടലാണല്ലോ. എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ പേർപ്പസ്ഫുള്ളി ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ കടൽ വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തതേ ഉള്ളൂ. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കടൽ ഒറ്റ ഫ്രെയിമിൽ പോലും ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോണ്ട്രി ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് മെഷീനിൽ തുണി ഇടാനായിട്ട് മേളിൽ പോകുമ്പോഴത്തേക്ക് കടലിൻ്റെ വിഷ്വൽസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതും നടന്നില്ല. മെഷീനിൽ തുണി ഇട്ടതുമില്ല, പിന്നെ അതങ്ങ് ഓർത്തതുമില്ല.
കുക്കുവിനെ കൊണ്ട് ഞാനതൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഏറ്റില്ല. ഒരു ഇത്തിരി കടിച്ചിട്ട് എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. ഈ ഒരു ഷോട്ടിൽ അല്പം മുന്നേ ആ ജനലിൻ്റെ സൈഡിൽ കൂടെ ആലൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞില്ല. ആലനും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് റൂമിൽ, അതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇപ്പോൾ താഴെ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ ആ റൂമായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ റൂമിലേക്ക് ഒരു ബെഡ് സൈഡ് ടേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബാക്കൊക്കെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോറ് തുറന്ന് കിടന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കൊതുകുണ്ടായിരുന്നു. ഞാനും അലനും ഇടയ്ക്കിടയ്ക്ക് തപ്പുന്നതും മാറ്റുന്നതും ഒക്കെ നിങ്ങൾക്കിതിൽ കാണാം. ആദ്യത്തെ 4 പീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണരാമനിലെ മെൽക്കൗ സെറ്റപ്പ് ആയിരുന്നു. അവിടെ ആ പീസ് അല്ലായിരുന്നു അവിടെ മേലെ വരേണ്ടത്. അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ അടുത്ത പീസ് വെക്കാനായിട്ടുള്ള ഗ്യാപ്പ് ആ പീസിൻ്റെ മേളിലില്ല. അപ്പോൾ മനസ്സിലായി ഇതല്ല ഇവിടെ വരേണ്ടത്, അത് ഏറ്റവും ടോപ്പിൽ പോകേണ്ട പാർട്ടാണെന്ന്. ഇതൊരു എസ് ഷേപ്പിലാണ് ഇത് ഞാൻ വിഷ്വൽസിലൊക്കെ കണ്ടത്, ഒരു കൈൻഡ് ഓഫ് സിക്സാക്ക് പോലെ. പക്ഷേ ആദ്യം ഞങ്ങൾ ചെയ്തത് സ്റ്റെപ്പൊക്കെ പണിഞ്ഞു, പിന്നെ എല്ലാം അഴിച്ചൊക്കെ തിരിച്ച് റെഡിയാക്കി സെറ്റാക്കി. ഇതിൻ്റെ ഇടയിൽ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട പാത്രങ്ങൾ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടാണ് പോയി അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നത്. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇന്നത്തെ ആ പാക്കറ്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സെറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനമൊക്കെ ആയി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അമ്മ ഇന്ന് വന്ന് കയറിയപ്പോഴത്തേക്ക് ആലം പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇപ്പോൾ ആലോചിക്കുകയായിരിക്കും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ വന്ന് കയറുമ്പോൾ ഇവർ എന്തെങ്കിലും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ. അയ്യോ ഇല്ല മോനെ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, ചെയ്യുന്നതൊക്കെ കൊള്ളാമല്ലോ എന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നേരെ അങ്ങ് കിച്ചണിൽ പോയി അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകി. ടേബിളിൻ്റെ കൂടെ ഒരു ലാമ്പും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അങ്ങനെ അഴിച്ചൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് അതിൻ്റെ അകത്ത് ബൾബില്ല. അപ്പോൾ ആലനും നിലുവും കൂടെ ബൾബ് മേടിക്കാൻ പോയി. ആ ടൈമിൽ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് എന്നെ കാണാനായിട്ട് ഞങ്ങളുടെ ഷൈനി മിസ് വന്നു. കിങ്സ് സ്കൂളിൽ മിസ് ഇപ്പോഴും വർക്ക് ചെയ്യുവാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ മിസ്സിൻ്റെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഞാനും അമ്മയും കൂടെ മിസ്സുമായിട്ട് കുറച്ച് നേരം ഇരുന്നങ്ങ് കത്തി വെച്ചു. ഞങ്ങൾ എപ്പോഴും വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരാളെ കിട്ടിയ തക്കം രണ്ടുപേരും കൂടെ ഓരോ കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു നടുക്ക്. ക്ഷണിക്കാൻ പോയ എല്ലായിടത്തുനിന്നും ചായയും ജ്യൂസും ഒക്കെ കുടിച്ചതുകൊണ്ട് ഇവിടെ നിന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റ്സ് എടുത്തുകൊണ്ട് പോയി. പിന്നെ അതേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്ഷൻ. ഷൈനി മിസ് വന്ന് കയറിയപ്പോൾ തന്നെ ആ ബബിൾ റാപ്പും കാട്ടനും ഒക്കെ കണ്ടു. ഇന്നെന്തുവാ പരിപാടി, ഇന്നെന്തോ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടല്ലായിരുന്നു വന്നത്. അപ്പോൾ പെട്ടെന്നൊരു സന്തോഷവും ഒരു ഞെട്ടലും ഒക്കെ തോന്നി. ഈ വീട്ടിൽ ആര് വന്നാലും അവർ തിരിച്ചു പോകാൻ പാടില്ല. നിലുവിന് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചാടി തുള്ളി ഒരു കരച്ചിലുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞൊക്കെ നോക്കി അകത്ത് വാന്നൊക്കെ നടക്കുന്നില്ല. അവസാനം പിടിച്ചകത്താക്കിയിട്ട് ഞാൻ ഗേറ്റ് പൂട്ടി. കുക്കു ഫുട്ബോളുമായിട്ട് ലോണിലുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ് കുക്കു ഇതോ ഫുട്ബോൾ കളിക്കാൻ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വഴിക്കാക്കിയിട്ട് നേരെ അകത്ത് വന്ന് ബാക്കി പരിപാടികൾ തുടങ്ങി. ബെഡ് സൈഡ് ടേബിൾ തയ്യൽ മെഷീൻ്റെയും ബെഡിൻ്റെയും ആ ഉള്ള ഗ്യാപ്പിൽ കറക്റ്റായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ അതവിടെ വെച്ചാൽ അതിലേക്കൊരു ഫോക്കസ് പോവില്ല, അതിനെ ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ആ കാണുന്ന ഷെൽഫ് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അതിനെ ഷെൽഫെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. 4 ബോക്സുകളായിരുന്നു തടിയുടെ. അത് വൈറ്റ് പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. ചേട്ടൻ പെയിൻ്റ് അടിച്ചതാണ്, അല്ലെൻ്റെ അളിയൻ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. ഞാനാണ് അതിങ്ങനെ ഷെൽഫ് പോലെ സെറ്റ് ചെയ്തത്. അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതുകൊണ്ട് ഏറ്റവും താഴത്തെ പോർഷൻ ഇളകി വരാൻ ഇത്തിരി പാടായിരുന്നു. ഇപ്പോൾ അവിടെ വന്ന ഗ്യാപ്പിലേക്ക് തയ്യൽ മെഷീൻ എടുത്ത് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു സ്ഥലം വേക്കൻ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ ആ ബെഡ് സൈഡ് ടേബിൾ വെച്ചിട്ട് അതിന് മീതെ ലാമ്പും വെച്ചാൽ അവിടെ ഒരു വൈബ് കിട്ടും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചാണെങ്കിരിക്കും ആ ഒരു സൈഡിൽ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ ഇൻവെർട്ടറും ബാറ്ററിയും ഒക്കെ അവിടെ ഇരിക്കുന്നത് ഇതുവരെ നിലുവിൻ്റെ അങ്ങോട്ടുള്ള പോക്ക് തടഞ്ഞുകൊണ്ടിരുന്നത് ഈ തയ്യൽ മെഷീനും ആ ചെയറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ മറയ്ക്കണം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പരിപാടി അവിടെ പോയി ഒപ്പിക്കും. നമ്മളിപ്പോൾ മാറ്റിയ ആ ഒരു 4 ബോക്സസ് അവിടെ അങ്ങനെ നട്ടനെ ഇപ്പുറത്ത് വെച്ചിരുന്നത് പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മറയത്തില്ലല്ലോ. അതുകൊണ്ട് ആ ബോക്സസിൻ്റെ ഷേപ്പ് തൽക്കാലം ഒന്ന് മാറ്റാമെന്ന് കരുതി. അത് 4 ബോക്സുകളായതുകൊണ്ട് എങ്ങനെയും വെക്കാമല്ലോ. എൻ്റെ തയ്യൽ മെഷീൻ്റെ സെറ്റ് ഓഫ് നൂലും പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ബ്ലാക്ക് ബോക്സിൽ എൻ്റെ കുറച്ച് കുപ്പിവളകളായിരുന്നു. ഇതൊക്കെ അവൻ പൊട്ടിക്കാതിരിക്കാൻ ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഒളിച്ച് വെച്ചിരുന്നതാണ്. അതൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി. എന്നിട്ട് ആ വൈറ്റ് ബോക്സസ് ഇതുപോലെ ഒരു ചെറിയ ഷെൽഫ് പോലെ ആക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ ആ ബാറ്ററിയും ഇൻവെർട്ടറും ആ ഒരു സംഭവം മൊത്തം മറഞ്ഞു. ആ പ്ലഗ് പോയിൻറ്റ്സിലേക്കോ അതിൻ്റെ സ്വിച്ചസിലേക്കോ ഒന്നും നിലുവിൻ്റെ കൈ എത്തത്തില്ല.
പിന്നെ ഏറ്റവും മീതെ വെക്കുന്നത് മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻസും പിന്നെ ഉപയോഗിക്കുന്ന ചീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പെട്ടെന്ന് എടുക്കാനായിട്ട്. അങ്ങേ അറ്റത്ത് ആ സൈഡിലായിട്ട് നമ്മുടെ റീച്ച് അധികം ഇല്ലാതിരുന്ന ഭാഗമാണല്ലോ, തയ്യൽ മെഷീൻ മാറ്റിയിട്ട് അങ്ങനെ തൂക്കാറില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ കിട്ടിയ സ്പേസിൽ ഞാനിപ്പോൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തു. ഇനി ഈ ബെഡ് ഒന്ന് നീക്കിയിട്ടുള്ള ക്ലീനിങ് ആണ്. അതിന് ഞാൻ അവിടെ നിന്നാൽ എൻ്റെ സൈനസിൻ്റെ കാര്യത്തിലും അലർജിയുടെ കാര്യത്തിലും ഒക്കെ ഒരു തീരുമാനമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ ഇങ്ങ് കിച്ചണിൽ വന്നു. നിലുവിന് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ചോറുണ്ടായിരുന്നു. ആ ചോറും എടുത്ത് അമ്മ അങ്ങ് പുറത്ത് നിൽപ്പുണ്ട് നിലുവിന് ചോറ് വാരി കൊടുക്കാനായിട്ട്. ചിക്കൻ ആല നിന്ന് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. വൈകുന്നേരം വന്നപ്പോൾ ഞാനതെടുത്ത് പുറത്ത് വെച്ചതാണ്. അതിപ്പോൾ ഒന്ന് കഴുകി ഊറ്റിയൊക്കെ എടുത്തു. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പീസസ് ഇപ്പോൾ രാത്രിത്തേക്ക് വേണം. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കറിയൊന്നും വെക്കാൻ നിൽക്കുന്നില്ല. കുറച്ച് അൽഫാം മസാല ഇവിടെ ഇരിപ്പുണ്ട്. അത് തേച്ച് ഇതൊന്ന് കുറച്ച് ഗ്രില്ല് ചെയ്തെടുക്കണം, പിന്നെ കുറച്ച് പൊരിച്ചും എടുക്കാമെന്ന് കരുതി. പിള്ളേർക്ക് രണ്ടുപേർക്കും നിലുവിന് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ലോ കുക്ക് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ച് ടെൻഡറായി കിട്ടും. അതേ അവൻ നല്ല രീതിക്ക് കഴിക്കത്തുള്ളൂ. പെട്ടെന്ന് ആകാനായിട്ടാണ് ഞാൻ ഇങ്ങനെ തിൻ സ്ലൈസസ് ആക്കി എടുക്കുന്നത്. അൽഫാമൊക്കെ നമ്മൾ വലിയ പീസസിലല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 40 to 45 മിനിറ്റ്സൊക്കെ അത് നമ്മൾ ഗ്രില്ലിലൊക്കെ ഇടേണ്ടി വരും ചിലപ്പോൾ. ഇതാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ലൈസസ് ആക്കി എടുക്കുന്നത് കേട്ടോ. വിശപ്പ് കൊണ്ട് നല്ലതുപോലെ ക്യാരറ്റ് കേക്ക് അല്ലേ കഴിച്ചോളൂ, അതും 2-3 പീസ്. പിന്നെ മാരകമായ പണിയാണല്ലോ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡും ആകണം. അങ്ങനെ അൽഫാമിനായിട്ട് ഞാൻ കുറച്ച് പീസസ് അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തു. സാധാരണ ചിക്കൻ പീസസൊക്കെ എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് മാരിനേറ്റ് ചെയ്ത് അങ്ങ് മാറ്റാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് ആദ്യം അൽഫാമിന് നമുക്കങ്ങ് മൈക്രോവേവിലും പൊരിക്കാനുള്ളത് ഗ്യാസിലും ആക്കിയിട്ട് ബാക്കി ചിക്കൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ബാക്കി ചിക്കൻ ചോപ്പിംഗ് ബോർഡ് കൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് അൽഫാമിനുള്ള മസാല റെഡിയാക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും വേണം. മുളക് പൊടി വേണം, അത് പിന്നീട് എടുക്കാം. ആദ്യം ഇതിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അതും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ചിക്കൻ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡാണ്. ആക്ച്വലി പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതാണ് റോ മീറ്റും സീ ഫുഡും ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ലത്. നമ്മൾ വുഡൻ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ജ്യൂസസൊക്കെ അത് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ഉള്ളിൽ പോയില്ലേ അത്. അതുകൊണ്ടും കൂടെ ഞാൻ കൂടുതൽ ഇതുപോലെ മീറ്റും ഫിഷും ഒക്കെ ചോപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും അൽഫാം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിലുണ്ടെന്ന് പറഞ്ഞത് അത് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മാറ്റി വെക്കാനുള്ള നേരം ഇല്ലല്ലോ. അൽഫാം മസാല ചേർത്താൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ അകത്തൊരു മസാലയും ചേർക്കണ്ട എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇത്തിരി ബ്ലാൻഡായിട്ടിരിക്കുന്നു. അതിന് അത്ര സ്പൈസിനെസ് ഒന്നും കിട്ടുന്നില്ല, എരിവ് തീരെ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ എനിക്ക് നിറവും വേണം നല്ല രീതിക്ക്. അതിനാണ് ഞാനിപ്പോൾ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒക്കെ നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചത്. ഇത്രയേ ഉള്ളൂ മാരിനേഷൻ. ഇപ്പോൾ തന്നെ ഞാനത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അവനിൽ മൈക്രോ ഗ്രിൽ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് ഞാനൊരു 20 മിനിറ്റ്സോ മറ്റോ വെച്ചു എന്ന് തോന്നുന്നു. അതിലൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതെടുത്ത് തിരിച്ചിടുകയും ചെയ്തിരുന്നു. മൊത്തത്തിലൊരു 20-25 മിനിറ്റ്സിനുള്ളിൽ എനിക്കിതങ്ങ് ആയി കിട്ടി. ഒത്തിരി ഡ്രൈ ആയി പോവാണ്ടിരിക്കാനാണ് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് അതിൻ്റെ അകത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ഞാനിങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട് കേട്ടോ. ഇന്ന് ഇതാണ് എൻ്റെ അൽഫാം. അൽഫാമിൻ്റെ കൂടെ ചപ്പാത്തിയും പിന്നെ കുറച്ച് മയണൈസ് ഉണ്ട് ഫ്രിഡ്ജിൽ, സോസും ഉണ്ട്. മയണൈസ് എഗ്ലെസ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പാക്കറ്റായിട്ട് മേടിച്ച് സ്റ്റോർ ചെയ്യും. എനിക്ക് എഗ്ഗും കൂടി ചേർത്തിട്ടുള്ള മയണൈസേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രിഡ്ജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വീക്കൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് ഫ്രീസറിലായിട്ട് സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റും. ബട്ട് ഈ ഒരു എഗ്ലെസ് മയോ ആകുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ഇത് തീർക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-18 ദിവസം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലും വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സൗകര്യം ഇതാണെന്ന് കണ്ടിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മേടിച്ചങ്ങ് വയ്ക്കും. ഇനി കുറച്ച് പീസസ് നമുക്ക് ചില്ലി ചിക്കനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് കുറച്ച് ചെറിയ സ്ക്വയർ പീസസ് വേണമല്ലോ. എല്ലാ പീസും അങ്ങനെ അതുപോലെ ഫ്ലഷി ആയിട്ടുള്ളതില്ല. എല്ലുള്ള പീസുകളും കൊഴുപ്പ് വരുന്ന പീസുകളും ഒക്കെ എടുത്തിട്ട് ഞാൻ അതിന്ന് ഫ്ലഷ് മാത്രമായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനെ അങ്ങ് സ്ക്വയർ പീസസ് ആക്കി എടുക്കുവാണ്. ഇത്തവണ ചിക്കൻ കുറച്ച് കൂടുതലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ നമ്മൾ അൽഫാമിനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്, ചില്ലി ചിക്കനായിട്ട് കുറച്ച് എടുത്തു. ഇനി ബിരിയാണിക്കായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഫ്രൈ ചെയ്യാനായിട്ടുള്ളതും പിന്നെ ഒരു ദിവസം മന്തി. പിന്നെ ഒരു കാര്യം എടുത്തു പറയാം, ഇതെല്ലാം ഒരു നേരത്തേക്കുള്ളതാണ്. ഇപ്പോൾ ചെയ്യുന്ന നമ്മുടെ അൽഫാമും ഫ്രൈയും ആണെങ്കിലും അതിപ്പോൾ അങ്ങ് തീരും. പിന്നെ ബിരിയാണി ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിലേക്ക് മാത്രം. ചില്ലി ചിക്കൻ ആണെങ്കിലും
അല്ല ഫ്രൈ ചെയ്യാനുള്ള നോർമലായിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണെങ്കിലും എല്ലാം ഞാൻ ഒരു നേരത്തേക്കുള്ളതാണ് മാറ്റിയേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദിവസത്തെ ലഞ്ചിൻ്റെ പരിപാടി ഇതിലങ്ങ് തീരുന്നത്. രാത്രി നോൺ വെജ് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ എഗ്ഗ് കാണും. അപ്പോൾ നൈറ്റ് പ്രോട്ടീൻ വേണം, ഉച്ചയ്ക്കത്തെ പ്രോട്ടീൻ ലെവലൊക്കെ വളരെ കുറവാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എഗ്ഗ് എടുക്കും. ചില ദിവസങ്ങളിൽ എടുക്കാറില്ല. ഇപ്പോൾ ബിരിയാണിയൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കൻ വിത്ത് എഗ്ഗൊക്കെ അല്ലേ കഴിക്കുന്നത്, നല്ല ഹെവി ആയിട്ടായിരിക്കും കഴിച്ചത്. അപ്പോൾ നൈറ്റ് ചപ്പാത്തിയോ ദാലോ ഒക്കെ ആയാലും കുഴപ്പമില്ല. ചില്ലി ചിക്കനായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയുമായിട്ട് മാരിനേറ്റ് ചെയ്ത് അതങ്ങനെ മാറ്റി ഞാൻ പൊരിക്കാനായിട്ട് ഇട്ടിരുന്ന ചിക്കൻ ഇതിൻ്റെ ഇടയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തീരെ കുഞ്ഞു പീസുകളായതുകൊണ്ട് ഓരോന്ന് വീതം എടുത്ത് തിരിച്ചിടാനായിട്ട് നിന്നാലും നടക്കത്തില്ല. അത് ഒരു തോരൻ പരുവത്തിലാണ് അതിപ്പോൾ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജ്യൂസി ആവാൻ വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ച് അത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി മന്തിക്കായിട്ടുള്ളതും ഒരു ദിവസം ഫ്രൈ ചെയ്യാനായിട്ടുള്ളതും ബിരിയാണിക്കായിട്ടുള്ളതുമുള്ള ചിക്കനാണ് മാറ്റാൻ പോകുന്നത്. മന്തിയിലേക്കാണ് ഞാൻ കൊഴുപ്പ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഈ റൈസ് ചിക്കനും വെള്ളവും ഒക്കെ ആയിട്ട് സോക്ക് ചെയ്ത് വേവുന്നത് കൊണ്ട് മന്തിയിൽ കൊഴുപ്പുണ്ടായ റൈസിന് ടേസ്റ്റ് കൂടും. നമ്മൾ മീൻ മേടിക്കാണ്ട് തന്നെ ഒരു വീക്ക് ചിക്കൻ റിപ്പീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഈ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൽ തന്നെ ഫ്രൈഡ് റൈസ്, മന്തി, ബിരിയാണി ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീക്കിലത്തെ ചിക്കൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഹോം മേക്കിംഗ് ഒക്കെ അങ്ങോട്ട് ആ ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് അധികം കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്യാതെ നമ്മൾ അല്ലാത്ത റീൽസ് പോസ്റ്റ് ചെയ്യുന്നത്, ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നത്. പ്ലസ് മിക്ക നൈറ്റ്സിലും നമുക്ക് രാത്രി ഇവിടെ ഫുഡ് വേണ്ടായിരുന്നു, പുറത്ത് പോയിട്ടായിരുന്നു ഫുഡ്. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അതെല്ലാം. അതിലെനിക്ക് തോന്നുന്നു 2 ബർത്ത്ഡേയുടെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വെഡിങ് ആനിവേഴ്സറിയും കൂടെ വരാനുണ്ട്. അതെല്ലാം വൈകുന്നേരമായിരുന്നു പരിപാടി. ചിക്കൻ ഫ്രൈക്കും മന്തിക്കും ബിരിയാണിക്കും ഒക്കെ ആയിട്ട് മോറോലെസ് സെയിം മസാലകളായിരുന്നു. ഉപ്പ്, പെപ്പർ പൗഡർ, ഗരം മസാല, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ബിരിയാണിയിലേക്ക് ഉള്ളതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3ലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചിക്കനിൽ കുറച്ചധികം പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരാഴ്ചത്തെ ലഞ്ചിൻ്റെ മെനു എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ആ കറക്റ്റ് ഓർഡറിലേ ഞാൻ ഇതിൻ്റെ അകത്ത് ഓരോ ബോക്സ് വീതം പുറത്തെടുക്കത്തുള്ളൂ. ആസ് മിസ്റ്റർ വടിവേലു സേയ്സ്, என்ன பண்ணாலும் നമ്മൾ പ്ലാൻ பண்ணித்தான் பண்ணணும். എല്ലാത്തിലും മസാലകളൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇത് ഓരോന്ന് വീതം നമുക്കങ്ങ് മിക്സ് ചെയ്ത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഞാൻ നമ്മുടെ സിങ്കിലേക്കാണ് വെച്ചേക്കുന്നത്. ആർക്കെങ്കിലും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിങ്കൊന്ന് എടുത്ത് കയ്യിൽ പിടിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രാത്രത്തെ ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ അമ്മ ഇതിൻ്റെ ഇടയിൽ കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു, ഇനി ഇപ്പോൾ രാത്രത്തേക്ക് എന്തോ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ പറഞ്ഞു നീ കയറി കുളിക്ക്, ചപ്പാത്തി ഞാൻ ചെയ്തോളാം. അവിടുത്തെ റൂമിൻ്റെ സെറ്റപ്പ് പരിപാടികളൊക്കെ പൂർത്തിയായിട്ടില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് ആലനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടേ ഡിന്നർ കഴിക്കത്തുള്ളൂ. കുക്കുവിനോട് ചോദിച്ചപ്പോഴും ഇപ്പോൾ വേണ്ട എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നിലു കഴിച്ചും കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. നാളെ എന്തെടുക്കണോ അത് മാത്രം താഴത്തേക്ക് വെക്കാം. നാളെ ബിരിയാണി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് അതിൻ്റെ ബോക്സ് മാത്രം ഞാൻ താഴെ ചില്ലറിലേക്ക് വെച്ചു. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിരുന്ന സംഭവം റെഡിയായി. അത് ഞാൻ അങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ചു. ഇനി പാത്രം കഴുകാനായിട്ട് അധികം പാത്രങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഈ പ്ലാനിങ്ങിൻ്റെ അസ്കിത ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിനൊരു പാത്രം എടുക്കാൻ നേരത്തെ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് അതിനും കൂടെ ചെയ്യാം, അപ്പോൾ ഇതൊരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൽ ചെയ്യാം, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ചിക്കൻ ഊറ്റിയ പാത്രം, പിന്നെ അതിൻ്റെ താഴെ വെക്കാനുള്ളൊരു പ്ലേറ്റ്, ചോപ്പിംഗ് ബോർഡ്, ചിക്കൻ കഴുകാനെടുത്തൊരു പാത്രം, ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കഴുകാനായിട്ട്. അതെല്ലാം കഴുകി വെച്ചു. പിന്നെ നമ്മൾ ഫ്രൈ ഇളക്കിയ സ്പാറ്റുല ഉണ്ടായിരുന്നു. ഫ്രൈ ഒക്കെ തൽക്കാലം ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നൈറ്റ് ആയല്ലോ, കഴിക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം അങ്ങനെ കഴുകി ഒതുക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി നമ്മുടെ റൂം എന്തായെന്ന് നമുക്ക് പോയി നോക്കാം. ഈ ബെഡിൻ്റെ സൈഡിലെ ലാമ്പ് വെച്ച ദിവസം ആ ബ്ലാക്ക് വയർ അങ്ങനെ കാണുന്നത് എനിക്കൊരു അഭംഗി പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ സ്കൂളിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു എക്സ്റ്റൻഷൻ കോഡ് ഇരുന്നത് കൊണ്ടുവന്ന് വിൻഡോയുടെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് ആ വയർ അങ്ങ് വിൻഡോയുടെ അകത്തേക്കാക്കി. അപ്പോൾ ഇപ്പോൾ ഇവിടെ വയറൊന്നും കാണത്തില്ല ലാമ്പ് കത്തുമ്പോൾ. ഇങ്ങറ്റത്തിരിക്കുന്നത് അപ്പച്ചനും കുക്കുവാണ്. അതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ, മരിച്ചുപോയി. ഇപ്പോൾ ഗ്രാൻഡ് മദർ ലില്ലിയംച്ചി മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് കുക്കുവാണ് കേട്ടോ. അങ്ങറ്റത്തായിട്ട് ഞാനും അലനും കൂടെ ഏതോ എക്സിബിഷന് പോയപ്പോൾ ഒരു ബെഞ്ചിൽ നിന്ന് എടുത്തതാണ്. വിൻഡോയിൽ നിങ്ങൾക്ക് എന്നെ കാണാം, ഞാൻ കുളിക്കാനുള്ള ടവലും തോളിലിട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പോയി കുളിക്കാമെന്ന് കരുതി. അമ്മ കിച്ചണിൽ കയറിയിട്ടുണ്ട്. നിലുവിനുള്ള അമൃതവും കാച്ചും സൈഡിൽ അമ്മ ചപ്പാത്തിയും ചുട്ടു വയ്ക്കുന്നുണ്ട്.
അപ്പോൾ നൈറ്റ് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ഈ വിൻഡോയുടെ ബേസിൽ തുണി ഇനി വെട്ടിക്കളയാതെ ഒന്നും കൂടെ തയ്ക്കണം എന്നുള്ള കമൻ്റൊക്കെ ഞാൻ കേട്ടു. തൽക്കാലം എനിക്ക് വയ്യ. ഇനിയും നല്ല വെയിറ്റാണ് ഈ സംഭവത്തിന്. ഇതിവിടുന്ന് എടുക്കുന്നത് തന്നെ വലിയൊരു ചടങ്ങാണ്. അപ്പോൾ നെക്സ്റ്റ് വാഷ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഞാൻ താഴെ ഒന്നും കൂടെ മടക്കി അടിക്കാം. ഇനി ഒരു ചെറിയ മേക്ക് ഓവർ ഈ വീട്ടിലേക്ക് വരാനുള്ളത് സിറ്റ് ഔട്ടിലാണ്. അതിൻ്റെ പ്രോഡക്റ്റിങ് എത്തിയിട്ടില്ല. എത്തുമ്പോൾ സിറ്റ് ഔട്ടും കൂടെ നിങ്ങൾ സഹിക്കണം. അത് കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടെ ഉണ്ടാവത്തില്ല. ഞങ്ങൾക്ക് 4 പേർക്കുമായിട്ട് ചപ്പാത്തി എടുത്തു. നിലുവിന് ഞാൻ ഒരു ചപ്പാത്തി വെച്ചു. അവൻ ചോറ് കഴിച്ചു. പക്ഷേ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവനിങ്ങനെ വേണമെന്നും പറഞ്ഞ് നിൽക്കും, വാശിയും പിടിച്ച് നിൽക്കും. കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടെ വയറ്റിനകത്ത് ആകുകയും ചെയ്യും. വയറ് ഫില്ലായിട്ടാണ് കിടക്കുന്നതെങ്കിൽ രാത്രി എണീക്കുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറയും. കുറച്ചധികം നേരം ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിലൊക്കെ കിടന്ന് ഉറങ്ങും. അപ്പനും മക്കളും ഒക്കെ കുളിച്ച് വൃത്തിയായി അവിടെ ഡിന്നറും കാത്തിരിപ്പുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഈ സാധനം എന്ത് പേർപ്പസിനാണോ മേടിച്ചത് അതിപ്പോൾ ഇവന്മാർ ബൈക്കായിട്ടും എയ്റോപ്ലെയിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്കാണ് എൻ്റെ കുക്കുമോൻ ഇത്തിരി മോചനം കിട്ടിയത്. അതുവരെ അവൻ്റെ തോളിലായിരുന്നു. പിന്നെ 2 പേരെയും കഴിക്കാനിരുത്തി, ഞങ്ങളും കഴിക്കാനിരിക്കുകയാണ്. ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇൻ കേസ് ഇഫ് യു ആർ വണ്ടറിങ് ചാനലിൻ്റെ നെയിം എന്താണ് ദ നെറ്റോസ് എന്നുള്ളത്, ഇരിക്കുന്നത് ആലൻ ജൂഡ് നെറ്റോ ആണ്. തൊട്ടടുത്തുള്ള ഞാൻ ലയോണ ജൂഡ് നെറ്റോ ആണ്. ഇത് നദാൻ ജൂഡ് നെറ്റോയും ആ ചെറിയ സാധനം നീൽ ജൂഡ് നെറ്റോയുമാണ്. ഞങ്ങളുടെ ലാസ്റ്റ് നെയിം വെച്ചിട്ടാണ് ചാനലിന് ദ നെറ്റോസ് എന്ന് പേരിട്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം പോരല്ലോ, കൂടെ നിൽക്കുന്നവരെ ഓർക്കണ്ടേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.